എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില വാർഷികങ്ങളെ പറ്റിയാണ്. അതായത് 2024, 25, 23 കാലയളവുകളിലെ പ്രധാനപ്പെട്ട ചില വാർഷികങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വാർഷികം എന്ന് പറയുന്നത് നാറ്റോയുടെ 75ാമത് വാർഷികമാണ്. അപ്പോൾ 2024 നാറ്റോ, എന്താണ് നാറ്റോയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപം. അപ്പോൾ നാറ്റോ 2024 എത്ര വർഷം പൂർത്തിയാക്കി? 75 വർഷം പൂർത്തിയാക്കി എന്നുള്ള കാര്യം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ അടുത്തിടെയുള്ള ഒരു PSCയുടെ പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാറ്റോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നാറ്റോ സ്ഥാപിതമായത് ഏത് വർഷമാണ്? അത് 1949 നാറ്റോ സ്ഥാപിതമാവുന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക, നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണെന്ന് ഓർക്കുക. ഇനി നിലവിൽ നാറ്റോയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? നിലവിൽ 32 അംഗങ്ങൾ എന്തിലുണ്ട്? നാറ്റോയിലുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? അപ്പൊ ഇതാണ് നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? അത് സ്വീഡൻ ആണ്. ഏതാണ്? സ്വീഡൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം ഏതാണ്? അത് ഫിൻലൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്? ഫിൻലൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോ ഇനി ഒരു കാര്യം കൂടി നാറ്റോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് ആരാണ്? മാർക്ക് റുട്ടെ. ആരാണ്? മാർക്ക് റുട്ടെ ആണ് നിലവിലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇതിൽ ഈ മാർക്ക് റുട്ടെ എന്ന് പറയുന്നത് മുൻപ് നെതർലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വീണ്ടും ഒരു സംഘടനയുടെ വാർഷികം തന്നെയാണ്. അതായത് 2024 ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ 100ാമത് വാർഷികം. അതായത് എന്താണ്? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ രൂപീകൃതമായിട്ട് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. എന്നാണ് ആചരിച്ചത്? 2024. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞേ, എന്നാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ രൂപീകൃതമായത്? അത് 1924 എന്നാണ്. 1924 എന്ത് ചെയ്തു? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ രൂപീകൃതമായി. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? അത് ലൊസൈൻ ആണ്. എവിടെയാണ്? ലൊസൈൻ ആണ് ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര സംഘടനകളുടെ വാർഷികമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലൂടെ തന്നെ അത് രൂപീകൃതമായ വർഷവും ഇനി അതിന്റെ ആസ്ഥാനമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ WHO ആണ്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന. അപ്പോൾ ലോകാരോഗ്യ സംഘടന രൂപീകൃതമായതിന്റെ 75ാം വാർഷികം ആചരിച്ചത് എന്നാണ്? അത് 2023 അപ്പോൾ ഓർത്തു വയ്ക്കുക, 2023 WHO രൂപീകൃതമായതിന്റെ എത്രാമത്തെ വാർഷികം? 75ാമത് വാർഷികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? നമ്മുടെ WHO രൂപീകൃതമായ വർഷം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏതാണ് വർഷം? 1948. ഡേറ്റ് കൂടി ഓർക്കുക, ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 WHO രൂപീകൃതമായത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസം? ഏപ്രിൽ 7. അപ്പോ ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനമാണ്. എന്തിന്റെ ഓർമ്മയ്ക്ക്? ലോകാരോഗ്യ സംഘടന രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താചരിക്കുന്നത്? ഈ പറയുന്ന ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന രൂപീകൃതമായത് 1948 ഏപ്രിൽ 7. ഇനി അങ്ങനെയാണെങ്കിൽ WHO ആസ്ഥാനം എവിടെയാണ്? അപ്പോ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവ. എവിടെയാണ്? ജനീവയിലാണ്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. ഒരുപാട് തവണ PSC, അതായത് പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ PSC ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. അടുത്ത വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ്, അതായത് ലോക കാലാവസ്ഥാ സംഘടന. അപ്പോൾ 2025 ലോക കാലാവസ്ഥാ സംഘടനയുടെ 75ാം വാർഷികം ആചരിക്കുകയാണ്. അപ്പൊ എന്താണ്? 2025 ലോക കാലാവസ്ഥാ സംഘടനയുടെ എത്രാമത്തെ വാർഷികം? 75ാമത് വാർഷികം. അപ്പോ അങ്ങനെയാണെങ്കിൽ ലോക കാലാവസ്ഥാ സംഘടന രൂപീകൃതമായ വർഷം എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനകളൊക്കെ രൂപീകൃതമായ വർഷം അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ഈ ഒരു വാർഷികം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ
അങ്ങനെയാണെങ്കിൽ ലോക കാലാവസ്ഥാ സംഘടന എന്താണ് രൂപീകൃതമായ വർഷം ഏതാണ്? 1950 ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഡേറ്റ് കൂടി നോട്ട് ചെയ്യണം. അതായത് 1950 മാർച്ച് 23 ലോക കാലാവസ്ഥാ സംഘടന രൂപീകൃതമായത്. അപ്പോൾ മാർച്ച് 23 പറഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇത് ചർച്ച എന്ന് മനസ്സിലായി കാണും. അതായത് മാർച്ച് 23 എന്തെന്ന് പറയുന്നത്? ലോക കാലാവസ്ഥാ ദിനം. അപ്പോ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. നമുക്ക് കാണാപാടാണല്ലേ. അതായത് വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23. അപ്പോ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. അതായത് ലോക കാലാവസ്ഥാ സംഘടന രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താചരിക്കുന്നത്? ലോക കാലാവസ്ഥാ ദിനം ആചരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ലോക കാലാവസ്ഥ എന്താണ് സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവ. എവിടെയാണ്? ജനീവയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു WHO ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. അപ്പൊ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തത് വീണ്ടും മറ്റൊരു സംഘടന, അതായത് 2025 യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. എത്ര വർഷം? 50 വർഷം. അപ്പോൾ 50 വർഷം പൂർത്തിയാക്കുന്നു. ഏത് സംഘടന? യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ 2025 50 വർഷം പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ രൂപീകൃതമായത് ഏത് വർഷം? 1975. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? അത് മാൻഡ്രിഡ് ആണ്. എവിടെയാണ്? മാൻഡ്രിഡ് ആണ് ആസ്ഥാനം. രൂപീകൃതമായത് 1975. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു സംഘടനയാണ്, അതായത് UNHCR അഥവാ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി എന്നാണ് UNHCRന്റെ പൂർണ്ണരൂപം. അപ്പൊ ഈ ഒരു സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ 2 തവണ സമാധാന നൊബേൽ ലഭിച്ചൊരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? UNHCR. അതായത് 1954 അതുപോലെ തന്നെ 1981 എന്നീ വർഷങ്ങളിൽ UNHCRന് എന്ത് ലഭിച്ചിട്ടുണ്ട്? സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതിന്റെ 75ാമത് വാർഷികം 2025 എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു. അപ്പോൾ UNHCR 2025 എത്രാമത്തെ വാർഷികം? 75ാമത് വാർഷികം ആചരിക്കുന്നു. അപ്പോൾ UNHCR രൂപീകൃതമായ വർഷം ഏതാ? 1950 UNHCR എന്ത് ചെയ്തത്? രൂപീകൃതമായത്. ഇനി എവിടെയാണ് ആസ്ഥാനം? എളുപ്പമാണ്, ജനീവയാണ് ആസ്ഥാനം. അപ്പോൾ UNHCRന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. രൂപീകൃതമായ വർഷം 1950. 2025 75 വർഷം പൂർത്തിയാക്കി 2 സമാധാന നൊബേൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജന്മവാർഷികമാണ്. അതായത് ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ആരാണ്? മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അതായത് അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റ് ആണ്. ആരെന്ന് പറയുന്നത്? ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് 2024. അതായത് അദ്ദേഹം 1924 ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് എന്നാണ് 2024. പക്ഷേ 2024 തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നതും അന്തരിക്കുന്നതും. അതായത് 2024 ഡിസംബർ 29 ആരന്തരിച്ചത്? ജിമ്മി കാർട്ടർ അന്തരിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2024 ഡിസംബറിലെ അവസാന ചില ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിയോഗങ്ങളുണ്ട്. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ 25 മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ അന്തരിച്ചു. അതുപോലെ തന്നെ ഡിസംബർ 26 എടുത്തു കഴിഞ്ഞാൽ ആരാണ്? മൻമോഹൻ സിംഗ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നായിരുന്നു? 2024 ഡിസംബർ 26 ആയിരുന്നു. ഇപ്പോ ജിമ്മി കാർട്ടർ 2024 ഡിസംബർ 29 അന്തരിച്ചത്. സോ ഈ വിയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോ ജിമ്മി കാർട്ടറുടെ 100ാം ജന്മവാർഷികം ആചരിച്ചതും അദ്ദേഹം അന്തരിച്ചതും 2024 തന്നെയാണ്. അപ്പോ ജിമ്മി കാർട്ടറെ പറ്റി പറഞ്ഞു, അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റ് ആണ്. ഇനി അതിനു പുറമെ തന്നെ ഇദ്ദേഹത്തിന് സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. 2002 ഇദ്ദേഹത്തിന് സമാധാന നൊബേൽ ലഭിച്ചത്. ഇനി അതിനു പുറമെ തന്നെ ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. 1978 ജിമ്മി കാർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ത്യ സന്ദർശിക്കുന്ന 3ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ജിമ്മി കാർട്ടർ. ഇനി അതിനു പുറമെ തന്നെ 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റും ആര് തന്നെയാണ്? അതും ജിമ്മി കാർട്ടർ തന്നെയാണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ട ഒരു ഗ്രാമം കൂടിയുണ്ട്. അതായത് ദൗലത്പൂർ നസീറാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതായത് ഹരിയാനയിലെ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഒരു ജിമ്മി കാർട്ടറുടെ സന്ദർശന ശേഷം അതിന്റെ പേര് കാർട്ടർപുരി എന്നൊക്കെ പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഓർക്കുക. കാർട്ടർപുരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്.
ഇനി നമ്മുടെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ചില വാർഷികങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 150-ാം വാർഷികമാണ്. അപ്പോൾ അത് 2025 ആചരിച്ചു. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 150-ാം വാർഷികം 2025 ആചരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് രൂപീകൃതമായത്? 1875 രൂപീകൃതമായത്. ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം മൗസം ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഈ ഒരു 150-ാം വാർഷിക ആചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു നാണയമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, അതായത് നമ്മുടെ തിരുവള്ളുവർ പ്രതിമ നമുക്കറിയാം എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അപ്പോൾ കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമയുടെ 25-ാമത് വാർഷികം 2025 അതായത് 2000 ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. 2000 ഈ പ്രതിമ എന്ത് ചെയ്തു? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി അനാച്ഛാദനം ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. ഗണപതി സ്ഥാപതിയാണ് ഈ ഒരു പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കന്യാകുമാരി പറഞ്ഞതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കടലിന് മുകളിലൂടെ ഉള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇവിടെ സ്ഥാപിതമായത്, കന്യാകുമാരിയിൽ സ്ഥാപിതമായത്. അതേ കന്യാകുമാരിയിൽ തന്നെയാണ് ഈ ഒരു തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം തിരുക്കുറൾ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമ 2000 എന്ത് ചെയ്തു? സ്ഥാപിതമായി. 2025 അതിന്റെ 25-ാമത് വാർഷികമാണ്. ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 133 അതായത് 133 അടിയാണ്. അതായത് 95 അടി പ്രതിമയും അതുപോലെ തന്നെ 38 അടി എന്ന് പറയുന്നത് പീഠവുമാണ്. അപ്പോ 133 അടിയാണ് ആകെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാനുള്ളത് പ്രോജക്ട് ടൈഗറിന്റെ 50-ാം വാർഷികം. അപ്പോൾ പ്രോജക്ട് ടൈഗറിന്റെ 50-ാം വാർഷികം ആചരിച്ചത് 2023 നമുക്കറിയാം 1973 പ്രോജക്ട് ടൈഗർ നിലവിൽ വരുന്നത്. അതായത് കടുവകളുടെ സംരക്ഷണാർത്ഥം എന്ത് ചെയ്തു? പ്രോജക്ട് ടൈഗർ നിലവിൽ വന്നു. 73 വന്നത്. 2023 50-ാം വാർഷികം. പക്ഷേ ഈ 50-ാം വാർഷിക സമയത്ത് നരേന്ദ്രമോദി നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. എന്താണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്? അതായത് മാർജാര വംശത്തിലെ ജീവികൾ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു സംഘടനയുടെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയത്. അപ്പൊ അത് എന്തിന്റെ ഭാഗമായിരുന്നു? ഈ പറയുന്ന പ്രോജക്ട് ടൈഗറിന്റെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു. അതുകൂടി ഓർക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ പറ്റിയാണ്. അതായത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികം. ഇതാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികം 2024 ആചരിച്ചു. അതായത് 1824 സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത്. കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മൂൽശങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ദയാനന്ദ സരസ്വതി. ഇതാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. മൂൽശങ്കർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി അതുപോലെ തന്നെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി രചിച്ചു. അപ്പൊ ഈ സത്യാർത്ഥ പ്രകാശം പറയുന്ന സമയത്ത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശത്തിന്റെ 150-ാം വാർഷികം 2025 അതായത് സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ചതിന്റെ 150-ാം വാർഷികം 2025 ആചരിക്കുകയാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക തുടങ്ങിയ ഉദ്ധരണികൾ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതിയുടെ തന്നെയാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർഷികം, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം ഏത് വർഷമായിരുന്നു? 1974 എവിടെ വെച്ച്? പൊക്രാനിൽ വെച്ചായിരുന്നു. എന്തായിരുന്നു അതിന്റെ കോഡ് നെയിം എന്ന് പറയുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു. ഇതാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന കോഡ് നെയിം. സോ അതിന്റെ 50-ാമത് വാർഷികം ആചരിച്ചത് 2024 അപ്പോൾ 1974 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം, അതിന്റെ 50-ാം വാർഷികം 2024. എന്താണ് കോഡ് നെയിം? ബുദ്ധൻ ചിരിക്കുന്നു. അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു ജന്മവാർഷികം, അതായത് അഹല്യാബായി ഹോൾക്കറുടെ 300-ാം ജന്മവാർഷികം 2025 അതായത് മാൾവാ സാമ്രാജ്യത്തിലെ റാണിയാണ് അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തിടെ അഹമ്മദ് നഗറിന്റെ പേര് അഹല്യ നഗർ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന അഹല്യാബായി ഹോൾക്കറോടുള്ള ആദര സൂചകമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാർഷികം കൂടി ഓർക്കുക. അപ്പോ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് അഹല്യ നഗർ എന്നാണ്. ആ അഹല്യ നഗർ എന്നതിന് പേര് നൽകിയിരിക്കുന്നത് അഹല്യാബായി ഹോൾക്കറോടുള്ള ആദര സൂചകമായിട്ടാണ്. അഹല്യ ഹോൾക്കറുടെ 300-ാമത് ജന്മവാർഷികം 2025 ഇനി ലാസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കെൽട്രോണിന്റെ 50-ാം വാർഷികമാണ്. അപ്പോൾ 1973 കെൽട്രോൺ രൂപീകൃതമായത്. അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. 1973. അപ്പോൾ കെൽട്രോണിന്റെ 50-ാം വാർഷികം എന്നായിരുന്നു? 2023 അത് അപ്ഡേറ്റ് ചെയ്യുക.
ഇനി ഈ ഒരു കെൽട്രോണിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് KPP നമ്പ്യാരാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും വാർഷികങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഇതിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കേരള ചരിത്രവും നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർഷികങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതായത് വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗാന്ധിയുടെ സന്ദർശനം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ തുടങ്ങിയ കണ്ടന്റുകളൊന്നും വന്നിട്ടില്ല. അത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പ്രധാനപ്പെട്ട ചില വാർഷികങ്ങളെ പറ്റിയാണ്. ഇതിൽ എന്തായാലും കേരളവുമായിട്ട് ബന്ധപ്പെട്ട വാർഷികങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.